ഞാൻ ഈ റീൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കമൻറ്റ് വായിക്കാനിടയായത്. വാട്ടർമെലൺ എടുക്കാൻ പറ്റുമോ, വെയിറ്റ് ലോസിന് വേണ്ടി ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റുമോ എന്ന് വേണ്ടിയിട്ട് ചോദിച്ചു. ഞങ്ങളാരും ഫ്രൂട്ട്സിന് എഗെയിൻസ്റ്റ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തിനാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത്? നിങ്ങൾക്ക് ബോഡിക്ക് വേണ്ട വൈറ്റമിൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സിന് നിങ്ങളുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിൻസ് ഫുൾഫിൽ ആകാൻ പോകുന്നില്ല. രണ്ടാമത് മെയിൻ ഫ്രൂട്ട്സ് എടുക്കാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരത്തിന് തോന്നും, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽ ആവാത്തൊരു ഫീൽ തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രൂട്ട്സ് എടുക്കും. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ക്യാൻഡി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഫ്രൂട്ട്സ് എടുക്കും. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഫസ്റ്റ് ചോറ് കഴിച്ചെന്ന് വിചാരിച്ചു. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇതെന്ത് ചെയ്യും? ചോറ് എന്ത് ചെയ്യും? ഡൈജഷൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് നിങ്ങളുടെ മസിൽസിലേക്കും ലിവറിലേക്കും പോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വരുന്ന എക്സ്ട്രാ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് പ്രോസസ്സ്. നിങ്ങൾ ഈ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഗ്ലൂക്കോസ് എന്ത് ചെയ്ത് ലിവറും ഫുള്ളായി മസിലും ഫുള്ളായിട്ട് ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് മേലെ നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കും. ഫ്രൂട്ട്സ് എടുക്കുന്ന ഫ്രക്ടോസ് ആകപ്പാട് ലിവർ മാത്രമേ യൂട്ടിലൈസ് ചെയ്യുള്ളൂ. ഞാൻ ഡൈജഷനെ കുറിച്ചൊക്കെ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്ത് ചെയ്യും? നേരെ എടുക്കുന്ന ഫ്രൂട്ട്സ് നിന്ന് നേരെ ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ലിവറിലേക്ക് പോകും. ലിവർ പോയി കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് ഓൾറെഡി ലിവറിൽ ഗ്ലൈക്കോജൻ ഫുള്ളാണ്, ഗ്ലൂക്കോസ് ഫുള്ളാണ്, മസിൽസും ഗ്ലൂക്കോസ് ഫുള്ളാണ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നത്? ട്രാപ്ഡായി. ഇന്ന് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായത് ഇവർ ട്രാപ്ഡായി. ഇങ്ങനെ ട്രാപ്ഡായി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവർ ട്രൈഗ്ലിസറോയിഡ് ഡെപ്പോസിറ്റ് ആയി. ട്രൈഗ്ലിസറോയിഡായിട്ട് നേരെ നിങ്ങളുടെ ലിവർ തന്നെ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ ഡെപ്പോസിറ്റ് പതുക്കെ കൂടി എന്ത് ചെയ്യും? നിങ്ങൾക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരും. എങ്ങനെയാണ് നിങ്ങൾക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരുന്നത്? ഇത് ഫ്രൂട്ട്സ് എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്, ഒരുപാട് ഷുഗർ കൺസപ്ഷൻ ചെയ്താലും ഈ സെയിം സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എടുക്കരുതെന്നല്ല പറയുന്നത്. നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സ് മാക്സിമം കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് മാക്സിമം കഴിക്കാതിരിക്കുക. എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഫ്രൂട്ട്സ് എടുക്കുക. ഈവനിങ് ഒരു 6 മണി 7 മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും നിങ്ങളോട് ഫ്രൂട്ട്സ് റെക്കമെൻഡ് ചെയ്യില്ല. ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്സ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻറ്റിലുള്ള പോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ വാട്ടർമെലൺ ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ, കൂടുതലായിട്ടുള്ള വാട്ടറാണുള്ളത്. പിന്നെ അത് മാത്രമല്ല, അതിലുള്ള അടങ്ങിയ കാർബോഹൈഡ്രേറ്റും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് മാക്സിമം ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രമിക്കുക.